സെക്ഷൻ 80C ഓൾമോസ്റ്റ് 6 ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട്. അതിൽ ഞാൻ ഇന്ന് പിക്ക് ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ELSS ആണ്. ആൻഡ് ഐ ആം ഗോയിങ് ടു ഷോ യു വൈ ELSS ഷുഡ് ബി യുവർ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആഫ്റ്റർ NPS ആൻഡ് PF. കഴിഞ്ഞ കൊല്ലത്തെ പരാഗ് പരീഖ് ELSS ടാക്സ് സേവർ ഫണ്ടിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഹാൻഡ്സ് ഡൗൺ ബീറ്റൺ ഓൾ അതർ ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ്സസ്. 24% റിട്ടേൺ ആണ് ഈ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഈ ഫണ്ടിന്റെ ടാക്സ് ബെനിഫിറ്റും കൂടി നോക്കുമ്പോൾ റിട്ടേൺസ് ആർ ഈവൻ മച്ച് ഹയർ. സെക്ഷൻ 80C മെൻഷൻ ചെയ്തേക്കുന്ന മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളുടെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ദിസ് ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ് ഹാസ് ഗിവൺ ട്വൈസ് ദ റിട്ടേൺ കമ്പയർഡ് ടു ദ സെക്കൻഡ് ബെസ്റ്റ് പെർഫോമിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടാക്സ് സേവിംഗ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഫണ്ട് മേജർലി ഇൻവെസ്റ്റ്സ് ഇൻ ഇക്വിറ്റീസ്. അതുകൊണ്ട് തന്നെ ഹയർ റിസ്ക് ആണ്. പക്ഷേ നമ്മൾ നമ്മുടെ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ 50,000 is additional NPS contribution, which is a safe asset. 12% of your basic goes into PF. That is also considered to be a safe asset. അതുകൊണ്ട് 2025 നിങ്ങളുടെ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് അതർ ദാൻ അഡീഷണൽ NPS ആൻഡ് PF should be ELSS as per my recommendation for you to get the best returns. ഈ ELSS ഫണ്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ്സിനെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് ലോക്ക് ഇൻ പീരീഡ്, അതായത് 3 കൊല്ലം ഈ ഇൻവെസ്റ്റ്മെന്റിന് ലോക്ക് ഇൻ പീരീഡ് ഉള്ളൂ. ബാക്കി ഏത് ഇൻവെസ്റ്റ്മെന്റ് നോക്കിയാലും അപ്വേർഡ്സ് ഓഫ് 5 years. സംടൈംസ് യു വിൽ ഓൺലി ഗെറ്റ് ദ മണി ആഫ്റ്റർ യുവർ റിട്ടയർമെന്റ്.